ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് UN സുരക്ഷാ കൗൺസിൽ പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്ക. ഹമാസിന്റെ ഭീകര നിലപാടുകളെ അപലപിക്കാതെ പ്രമേയം അംഗീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അംഗീകരിക്കണമെന്നും അമേരിക്ക. മൂന്നാം തവണയാണ് ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിലെ സമാന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത്. 2024 2 തവണ ഇതേ വിഷയത്തിലെ പ്രമേയത്തെ US വീറ്റോ ചെയ്തിരുന്നു. ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആവശ്യം. ബന്ദികളുടെ മോചനവും സാധ്യമാക്കണം. ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ അപലപിക്കാതെ പ്രമേയം അംഗീകരിക്കില്ലെന്ന നിലപാട് അമേരിക്കയുടെ UN പ്രതിനിധി മോർഗൻ ഓർട്ടഗസ് പറഞ്ഞു. The United States rejects this unacceptable resolution. It is beyond time that Hamas release every single hostage now and surrender immediately. The United States will continue to work with its partners to bring an end. Opposition to this resolution will come as no surprise. It fails to condemn Hamas or recognize Israel's right to defend itself, and it wrongly legitimizes the false narratives benefiting Hamas, which have sadly found currency in this council. Hamas is responsible for starting and continuing this war. Israel has accepted proposed terms that would end the war, but Hamas continues to reject them. This war could end today if Hamas freed the hostages. ബന്ദികളുടെ മോചനം സാധ്യമാക്കിയാൽ ഉടൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ മാനിക്കണമെന്നും അമേരിക്ക നിലപാടെടുത്തു. സെക്യൂരിറ്റി കൗൺസിലിലെ മറ്റു 14 അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു. പാലസ്തീനെ അംഗീകരിക്കാൻ വിവിധ രാജ്യങ്ങൾ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്ക കൃത്യമായ നിലപാട് അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്.